ഇവൻ എന്നെ സംസാരിക്കാൻ വിടുന്നില്ല. അപ്പോൾ എന്നെ സംസാരിക്കാൻ വിടാതെയപ്പോൾ കാരണം നമ്മൾ എന്ത് ചോദ്യവും ഒരു പ്രസ് മീറ്റിന് വരുമ്പോൾ, കാരണം ഇത് പലപ്പോഴായിട്ട് പലരും ചോദിക്കുന്ന സംശയങ്ങളാണ് ആൾക്കാർക്ക്. ഇത് കള്ളപ്പണം ഇതാവണം. ഇത് കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ ഇതൊരു ചർച്ചയാവണം. കാരണം ഇതൊരു ചർച്ചയാവണം, അതിനെ മറുപടി പറയണം ആൾക്കാർ. അപ്പോൾ അഖിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അഖിലിനെ ഞാൻ 1-2 തവണ കണ്ടിട്ടുള്ളൂ. അഖിലിൻ്റെ പരിചയത്തിലുള്ള ഒരാൾ മാത്രമാണ്, ഭയങ്കര സൗഹൃദമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ അഖിൽ കൃത്യമായിട്ട് അതിനൊരു മറുപടി പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അടിസ്ഥാനമില്ലാതെ, കാരണം കള്ളപ്പണം എന്നൊക്കെ പറയുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ഈ പറയുന്ന സംഭവം. ഇതിനൊരു അടിസ്ഥാനമല്ല. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ലിസ്റ്റിൽ സ്റ്റീഫൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ആൻഡോ ജോസഫിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, വൈശാഖിൻ്റെ മെറിലാൻഡ് സിനിമാസിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ അലിഗേഷൻ്റെ ഭാഗമായി. ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സിനെതിരെയാണ് പറയുന്നത്. ഞാൻ വിനീത് ശ്രീനിവാസൻ്റെ പടത്തിൽ അവർക്ക് ഈ കള്ളപ്പണമാണോ അപ്പോൾ പറയുമ്പോൾ അപ്പോൾ ഈ പറയുന്ന ഞാനിപ്പോൾ സോഫിയ പോളിൻ്റെ പടം ചെയ്തു. ഇവരൊക്കെ മേജർ മാനേഴ്സാണ്. വീക്കെൻഡും മാജിക് ഫ്രെയിംസ് ആയിക്കോട്ടെ, ഇവരൊക്കെ കള്ളപ്പണം കൊണ്ടാണ് പടം ചെയ്യുന്നത്. ഒരിക്കലുമല്ല. കാരണം ഇതിന് കൃത്യമായിട്ടുള്ള എന്താ പറയണ്ട, നമ്മൾ GST IT ഫയൽ ചെയ്ത് ഇതിന് കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി നടക്കും. നമ്മളത് നടക്കും. കാരണം ഇത് അക്കൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ കള്ളപ്പണത്തിൻ്റെ കേസ് പറഞ്ഞാൽ പോലും നമ്മൾ പറയുന്നത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം വളരെ സ്മോൾ സ്കെയിൽ സിനിമകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം അന്ന് എനിക്ക് പറയാൻ പറ്റാത്തത്, ഞാൻ ദേഷ്യം വന്നതെന്ന് വെച്ചാൽ ഇവൻ എന്നെ സംസാരിക്കാൻ വിടുന്നില്ല. അപ്പോൾ എന്നെ സംസാരിക്കാൻ വിടാതെയപ്പോൾ കാരണം നമ്മൾ എന്ത് ചോദ്യവും ഒരു പ്രസ് മീറ്റിന് വരുമ്പോൾ നമ്മളത് കേൾക്കാനും അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഞാൻ എന്തും അവനെ പാൻ ഇന്ത്യ ചോദിക്കുമ്പോഴും നമ്മളത് കേൾക്കണം, അതിനുള്ള മറുപടി കൊടുക്കണം. നമ്മളതിനെ അല്ലാണ്ട് പ്രസ് മീറ്റിന് എന്താണ് അർത്ഥം? അത്തരത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഉത്തരം കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഇവൻ എല്ലാ തവണ എന്നെ ഇങ്ങനെ ഇൻ്റർഫിയർ ചെയ്തപ്പോൾ എനിക്കും വെക്സായി. അപ്പോൾ നമ്മൾ വെക്സായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. അല്ലാണ്ട് ആ ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, കള്ളപ്പണം ചെറിയ സിനിമ നമ്മൾ ചെയ്യുന്നത് എന്നോടുള്ള പേഴ്സണൽ എന്ന് വെച്ചാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം ഞാനല്ലല്ലോ പേഴ്സണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസേഴ്സ് വരുന്നു, നമുക്ക് ഇവരേൽ കള്ളപ്പണമാണോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇവരുടെ അക്കൗണ്ടിലിട്ട് നമ്മൾ പൈസ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്കാണ് മിക്കവരും നമ്മൾക്ക് തന്നിട്ടുള്ള പൈസയൊക്കെ. അപ്പം നമ്മളത് കറക്റ്റായിട്ട് റൈറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്ക് ചെയ്യുന്നു, നമ്മൾ GST അടക്കുന്നു, നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നു. ഇത് നമുക്ക് കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നോട്ടബിളാണ്. എല്ലാ മേജർ ബാനറിൻ്റെയും അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫയൽ ചെയ്ത് പോയേ പറ്റൂ. ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചെയ്ത 2-2.5 കോടി ചെറിയ കുഞ്ഞു പടങ്ങളാണ്. എൻ്റെ സിനിമ ചെയ്തിട്ട് മണി ലോണ്ടറി ആണെങ്കിൽ ഇത്തരം വെള്ളപ്പണം ആക്കണമെങ്കിൽ അത്ര ഗതികെട്ടവൻ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ സിനിമകൾ എടുക്കുന്നവർ, വലിയ സിനിമ ഫണ്ട് ഫ്ലോ വരുന്ന സിനിമകൾ, ഞാൻ പറഞ്ഞ 30 കോടിയുടെ 50 കോടിയുടെ 60 കോടിയുടെ 100 കോടിയുടെ സിനിമകൾ ഇപ്പോൾ വരുന്ന പല വലിയ സ്കെയിലുള്ള സിനിമകൾ, അവിടെയല്ല ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ തന്നെ. കാരണം എനിക്ക് അപ്പോഴും അറിയില്ല, കാരണം അത്തരത്തിലുള്ള വലിയ സിനിമകൾ ഞാൻ ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അപ്പോൾ ആ സിനിമയിൽ എൻ്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ, അവൻ്റെ കയ്യിൽ കള്ളപ്പണം പോയിട്ട്